അപ്പോൾ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്ത് എനിക്കൊരു സാഹിത്യകാരനാവണം, പ്രത്യേകിച്ച് ആ കാലത്ത് നാടകക്കാരനാവണമെന്നായിരുന്നു ആഗ്രഹം. പി ടി കുഞ്ഞു മുഹമ്മദിന്റെ ഈ ലേഖനത്തിന്റെ പേര് തിരക്കഥ ഒരു വിശ്വാസിയുടെ കണ്ടെത്തലുകൾ എന്നാണ്. അതിൽ നിന്നാണ് ഒരു സംഭാഷണ ഭാഗം ഞാൻ എന്റെ ചോദ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. അതാണ് പിന്നെ വിവാദമാകുന്നത്. മതങ്ങളൊക്കെ ഉണ്ടായത് ഈ രാജാക്കന്മാർക്ക് ഒരു ജനക്കൂട്ടത്തെ ഇങ്ങനെ ഭരിക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാം ഒരു വിശ്വാസത്തിന് കീഴിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ യുവജനങ്ങള് ആധുനിക പൗരന്മാരായിട്ട് മാറണം, സ്വതന്ത്ര ചിന്താഗതിയുടെ മാർഗത്തോടെ നടക്കണം. അങ്ങനെ ആയാലേ നമ്മുടെ സംസ്കാരം അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യം ജനാധിപത്യത്തിന്റെ രീതിയിലേക്ക് വരും. അത് കേരളത്തിലേക്കാളും കൂടുതൽ ഈ ഇവിടെ വിശ്വാസത്തിന് ഒരു കാഠിന്യം ഞാൻ കണ്ടത് ഇവിടത്തെ ആളുകൾക്കാണ്. മലയാളികൾ ഇവിടെ വരുമ്പോൾ ശരിക്കും ചെയ്യേണ്ടത് ഇവിടുത്തെ ആളുകളുമായിട്ട് ഇണങ്ങി, ഇവിടുത്തെ ഒരു സംസ്കാരവുമായിട്ട് ഇണങ്ങി ഒരു കൊടുക്കൽ വാങ്ങൽ എന്നല്ല, അവരോടൊപ്പം ചേർന്ന് ഇവിടുത്തെ സംസ്കാരത്തെ, ഇവിടുത്തെ പാരമ്പര്യത്തെ അല്ലെങ്കിലൊക്കെ നമ്മൾ പുഷ്കരമാക്കുക എന്നുള്ളതാണ്. അതിന് പകരം നമ്മൾ ഇവിടുത്തെ ആളുകളോട് ചേരാതെ നമ്മുടേതായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളൊക്കെ തെരുവിലൊക്കെ ഇറക്കി പ്രദക്ഷിണവും അതുപോലെയുള്ള പരിപാടികളുമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ഈ യൂറോപ്പിലെയും അമേരിക്കയിലെയൊക്കെ ആളുകളെ ദ്രോഹിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്.